പെരുമാൾ മുരുകൻ്റെ സ്ട്രേഞ്ച് ബീസ്റ്റ് എന്നുള്ളൊരു വർക്കാണ് നെക്സ്റ്റ് നമ്മൾ എക്സാമിൻ ചെയ്യാൻ പോകുന്നത്. പെരുമാൾ മുരുകൻ ഒരു കണ്ടംപററി തമിഴ് റൈറ്ററാണ്. നോവൽസും ഷോർട്ട് സ്റ്റോറീസും പോയട്രിയൊക്കെ എഴുതിയിട്ടുണ്ട്. റൂറൽ ലൈഫും കാസ്റ്റ് റിയാലിറ്റീസിനെ കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം ഓണസ്റ്റ് ആയിട്ട് പോർട്രേ ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ. അതായത് ഐഡൻറ്റിറ്റി, മാർജിനലൈസേഷൻ, പിന്നെ സോഷ്യൽ ഇഷ്യൂസ്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ഇതൊക്കെയാണ് വരുന്നത്. നമുക്ക് പഠിക്കാനുള്ള സ്ട്രേഞ്ച് ബീസ്റ്റ് എന്നുള്ള ഈ ഒരു പോം എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിട്ടുള്ളതാണ്, പക്ഷെ ഭയങ്കര പവർഫുള്ളാണ്. അതായത് ആളുകൾ, ഇൻഡിവിജ്വൽസ് സൊസൈറ്റിയിൽ ഫേസ് ചെയ്യുന്ന ഏലിനേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ പോയം റിഫ്ലക്റ്റ് ചെയ്യുന്നത് കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷനും ഉണ്ട്, സോഷ്യൽ ഫിയറും, സൊസൈറ്റിയിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എക്സ്ക്ലൂഷനെ കുറിച്ചും പ്രോസസ് ഓഫ് ഡീഹ്യൂമനൈസേഷനെ കുറിച്ചുമാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. സ്പീക്കർ ഇവിടെ ബീസ്റ്റ് അല്ല, സൊസൈറ്റി സ്പീക്കറിനെ ഒരു സ്ട്രേഞ്ച് ബീസ്റ്റ് ആക്കി മാറ്റി. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ട്രേഞ്ച് ബീസ്റ്റ് എന്നുള്ള ടൈറ്റിൽ വെച്ചിട്ട്. അപ്പോൾ സ്പീക്കർ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ സ്പീക്കറിനെ കാണുമ്പോൾ എങ്ങനെയാണ് പെരുമാറുന്നത്. ഡോർസ് ഷട്ട് ചെയ്യുന്നു, അയാളെ കാണുമ്പോൾ അയാളെ അവോയ്ഡ് ചെയ്യുന്നു, അത് കാണുമ്പോൾ ഇയാൾക്ക് ഭയങ്കര ആൻസൈറ്റിയും ഒരു സൈലൻസും ഫീൽ ചെയ്യുന്നു. അവർ ഇയാളെ കാണുമ്പോൾ സീക്രറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫോം ചെയ്യുവാണ്, അയാൾ വരുന്നുണ്ടേ എന്ന്. അതുപോലെ തന്നെ അയാളെ ഒരു ക്യൂരിയോസിറ്റിയോടുകൂടി അയാളെ എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നു. ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു ത്രെട്ടായിട്ട് എല്ലാവരും അയാളെ ട്രീറ്റ് ചെയ്യുന്നു. അയാളെ കാണുമ്പോൾ എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നു. ഫൈനലി സ്പീക്കർ റിവീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി അയാൾക്ക് ആ ഒരു ബീസ്റ്റ് എന്നുള്ളൊരു ഇമേജ് കൊടുത്ത് അയാൾക്ക് 2 കൊമ്പ് ഉണ്ടെന്നുള്ള രീതിയിലാണ് എല്ലാവരും പെരുമാറുന്നത്. അയാളെ ഒരു സ്ട്രേഞ്ച് ബീസ്റ്റ് ആക്കിയത് സൊസൈറ്റിയാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനാണ്. അതായത് സമൂഹം എങ്ങനെയാണ് ഒരാളെ ഒറ്റപ്പെടുത്തുന്നത്. ആദ്യം അയാളെ നോക്കി ചിരിക്കുന്നു, പിന്നീട് അയാളെ നോക്കി പേടിക്കുന്നു, അയാളെ നോക്കി ഫോട്ടോ എടുക്കുന്നു, അയാൾ വരുമ്പം അയാളുടെ പ്രസൻസ് എല്ലാവരെയും അറിയിക്കുന്നു, സീക്രറ്റായിട്ട് ഇന്നാൾ വരുന്നുണ്ടെന്ന് പറയുന്നു. അയാളെ ഹ്യൂമൻ ബീയിങ്ങിൽ നിന്ന് അയാളെ ഡീഹ്യൂമനൈസ് ചെയ്യുവാണ്. മനുഷ്യനിൽ നിന്ന് അല്ലെങ്കിൽ അയാളുടെ മനുഷ്യത്വം അയാളെ ഊറ്റിയെടുക്കുവാണ്, അല്ലേ? അയാൾ അവസാനം എന്തായി മാറുവാണ്? കൊമ്പൊക്കെയുള്ളൊരു സ്ട്രേഞ്ച് ബീസ്റ്റായിട്ട് മാറുവാണ്. അതിന് ഉത്തരവാദി ആരാണെന്നാണ് ഇദ്ദേഹം സ്പീക്കർ പറയുന്നത്. സൊസൈറ്റിയാണ് എന്നെ ഇങ്ങനെ ആക്കി എടുത്തത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു കുഞ്ഞ് സമ്മറി എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റാൻസ വൈസ് സമ്മറി നോക്കാം, അല്ലെങ്കിൽ സെക്ഷൻ വൈസ് അനാലിസിസ് നോക്കാം. അപ്പോൾ സ്പീക്കർ ഭയങ്കര ഫിയർഫുള്ളായിട്ട് നിൽക്കുവാണ് വിത്തൗട്ട് എനി റീസൺ. കാരണം ഇദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നു. അതായത് ആ ഒരു കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷനെ കുറിച്ചാണ് പറയുന്നത്. കാസ്റ്റ് ഇതായതുകൊണ്ട് ഇദ്ദേഹത്തിനെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു. അദ്ദേഹം എൻ്റർ ചെയ്യുമ്പോൾ അവർ ഡോർസും വിൻഡോസും എല്ലാം ക്ലോസ് ചെയ്യുവാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നു അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ആരും. അദ്ദേഹത്തിനെ ഗസ്റ്റുകളെല്ലാം പിന്നെ ഇദ്ദേഹത്തിനെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കണ്ടാമിനേറ്റിംഗ് അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയിലാണ് ഇദ്ദേഹത്തിനെ ആളുകൾ നോക്കിക്കാണുന്നത്. പിന്നീട് അദ്ദേഹമായിട്ട് കോൺവെർസേഷനൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ സൈലൻസ് ആണ്. അപ്പോൾ അത് സൈലൻസ് എന്ന് വെച്ചാൽ ഒരു സോഷ്യൽ വയലൻസ് ആണ്. കാരണം എന്താ, മാൻ എന്ന് പറയുന്നത്, ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ആനിമലാണ്. സംസാരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒരാൾ സംസാരിക്കാൻ വരുമ്പോൾ അയാളെ സംസാരിക്കാൻ അനുവദിക്കാതെ അയാളെ ഓട്ടിപ്പായിക്കുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഹാപ്പൻ ചെയ്യുന്നത്? അതൊരു സോഷ്യൽ വയലൻസ് ആണ് ഹാപ്പൻ ചെയ്യുന്നത്. അപ്പോൾ സ്പീക്കറിന് ശരിക്കും പറഞ്ഞാൽ വോയിസും ഇല്ല, റെക്കഗ്നീഷനും ഇല്ല സൊസൈറ്റിയിൽ. അപ്പോൾ ഇതെല്ലാം കൊണ്ടും അവർ സെൽഫോൺ എടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കുന്നു. ഇദ്ദേഹം വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജൊക്കെ അയക്കുന്നു ടേബിളിൻ്റെ കീഴിൽ വെച്ച്. അപ്പോൾ അത് മോഡേൺ ഡേ ഡിസ്ക്രിമിനേഷനെയാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. അപ്പോൾ ഈ മൊബൈൽ ഫോൺ വെച്ചിട്ട് ഇദ്ദേഹത്തിനെ എക്സ്ക്ലൂഡ് ചെയ്യാന്ന് പറയുന്നതാണ് ഇവിടെ മോഡേൺ ഡേ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അതായത് അയാളെക്കുറിച്ച് ഗോസിപ്പ് പറയുന്നു, അയാളെ ഒന്ന് സർവൈലൻസിന് ആക്കുന്നു, അല്ലേ? പിന്നെ അതുപോലെ തന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിനെ ഒരു കാഴ്ച വസ്തുവിനെ പോലെ, ഒരു സ്പെക്ടക്കിളിനെ പോലെ ആക്കുകയാണ്. അദ്ദേഹത്തിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി എന്ന് വെച്ചാൽ ഈ മാറ്റി നിർത്തപ്പെടുന്ന ഒരാളെക്കുറിച്ചുള്ളൊരു ക്യൂരിയോസിറ്റി. ആൻഡ് അവസാനം ഇദ്ദേഹത്തിനൊരു ഇദ്ദേഹത്തിൻ്റെ തലയിൽ ഹോൺസ് അല്ലെങ്കിൽ കൊമ്പ് ആരോ പെയിൻറ്റ് ചെയ്ത് വെക്കുന്നു എന്ന് പറയുന്നു. ഹോൺസ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അയാളെ മനുഷ്യനിൽ നിന്ന് മൃഗത്തിലോട്ട് ഇവർ ഡീഹ്യൂമനൈസ് ചെയ്യുവാണ്, അല്ലേ? ഒരു ഈവിളായിട്ട് കൺസിഡർ ചെയ്യുന്നു, മോൺസ്റ്ററായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇതെല്ലാം സൊസൈറ്റി തന്നെ ഇമ്പോസ് ചെയ്ത് ഇമാജിൻ ചെയ്ത് ഇയാളുടെ ഇതിൽ വെച്ച് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഫൈനൽ ലൈൻസ് പറഞ്ഞേക്കുന്നത്? ആ ഒരു ട്രാൻസ്ഫർമേഷൻ കംപ്ലീറ്റ് ആയി. someone has turned me into a strange beast. എന്നെ ആരോ സ്ട്രേഞ്ച് ബീസ്റ്റ് ആക്കി മാറ്റി. ഇപ്പം സ്പീക്കർ ഹ്യൂമൻ അല്ല, സൊസൈറ്റി തന്നെ അയാൾക്കൊരു ഐഡൻറ്റിറ്റി കൺസ്ട്രക്ട് ചെയ്ത് കൊടുത്തു. എന്നുവെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് അയാളെ ഡീഹ്യൂമനൈസ് ചെയ്തു. അയാളിപ്പോൾ മനുഷ്യനല്ല, അയാളൊരു ബീസ്റ്റായിട്ട് മാറി.
ഇതിനകത്ത് എന്താ ഉദ്ദേശിക്കുന്നത്? കാസ്റ്റ് ഡിസ്ക്രിമിനേഷനാണ്. ഇന്ന കാസ്റ്റ് ആയതുകൊണ്ട് ഇയാളെ എക്സ്ക്ലൂഡ് ചെയ്ത് മാറ്റി നിർത്തുവാണ് സൊസൈറ്റി. അയാളുടെ അടുത്ത് ആരും സംസാരിക്കാൻ പോകുന്നില്ല. അയാളെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി, അയാളുടെ ഫോട്ടോ എടുക്കുന്നു, അയാളെ ഗസ്റ്റുകളെല്ലാം ആട്ടിപ്പായിക്കുന്നു. അപ്പോൾ ആ ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷനാണ് ഇതിനകത്ത് അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കുന്നത്. അവസാനം അദ്ദേഹം എന്താണ്, ആളുകളുമായിട്ട് സംസാരവും ഇല്ല, കമ്മ്യൂണിക്കേഷനും ഇല്ലാത്തത് കൊണ്ട് അയാളൊരു ഒരു ബീസ്റ്റായിട്ട്, ഒരു സ്ട്രേഞ്ച് ബീസ്റ്റായിട്ട് മാറി. അപ്പോൾ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, എലിനേഷൻ ഉണ്ട്, സൊസൈറ്റി ഇയാളെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നോർമൽ ഹ്യൂമൻ ഇൻട്രാക്ഷൻസ് ഒന്നും ഇല്ല. ഇപ്പോൾ സ്പീക്കർ ഒരു ബീസ്റ്റായിട്ട് സൊസൈറ്റി തന്നെ അദ്ദേഹത്തിനെ മാറ്റുന്നു. അദ്ദേഹത്തിൻ്റെ ഡിഗ്നിറ്റിയും ഹ്യൂമാനിറ്റിയും ഒക്കെ ആളുകൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ സൊസൈറ്റിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു സൊസൈറ്റിയാണ് വളരെ ഹോസ്റ്റൈലായിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് റിയാക്ട് ചെയ്യുന്നത്. ഇവിടെ ഹോൺ എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഐഡൻറ്റിറ്റി ഇമ്പോസ്ഡ് ബൈ അതേഴ്സാണ്. അദ്ദേഹത്തിനെ ഒരു ബീസ്റ്റാക്കി, മോൺസ്റ്ററാക്കി ഈ സൊസൈറ്റി തന്നെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടെക്നോളജി ഉണ്ടെന്നുണ്ടെങ്കിലും പ്രജുഡിസ് കോ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മൊബൈൽ ഫോൺ വെച്ച് ഫോട്ടോ എടുക്കുന്നതും കാര്യങ്ങളും മെസ്സേജ് അയക്കുന്നതൊക്കെ പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഡയറക്റ്റ് ലാംഗ്വേജിൽ പറഞ്ഞു പോയേക്കുവാണ് ഈ ഒരു പോവാം. ഇതിനകത്ത് സിമ്പിൾസ് എന്ന് വെച്ചാൽ ഹോണും ബീസ്റ്റുമാണ് ഇതിനകത്ത് സിമ്പിൾസ്. വളരെ കാമായിട്ടും ക്രിട്ടിസൈസ് ചെയ്ത് ആരെക്കുറിച്ചാണ് പറയുന്നത്, ദളിത് ആൻഡ് മാർജിനലൈസ്ഡ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു പോയേക്കുന്നത്. ആ ഒരു സോഷ്യൽ പ്രിജുഡിസിനെ കുറിച്ചും ഡിസ്ക്രിമിനേഷനെ കുറിച്ചുമാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്, പെരുമാൾ മുരുകൻ സംസാരിക്കുന്നത്.